കൊന്നുകളഞ്ഞ നിനക്ക് എന്താ വേണ്ടേ? ഇതെടുത്തോളൂ. ഞാൻ കള്ളനല്ല. ഒറ്റ അവരെന്നെ ഒന്ന് പിടിക്കും. എന്തിന്? എന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല. ഇനി വണ്ടി നിർത്തുമ്പോ ഞാൻ ഇറങ്ങിക്കൊള്ളാം. അതുവരെ തുറക്കരുതേ, അവരെന്നെ പിടിക്കും. ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ ട്രെയിനിൽ കയറുമ്പോൾ കയ്യിൽ ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? എന്താ കാര്യം? നിൽക്കൂ. അയ്യോ, വല്ലാതെ മുറിഞ്ഞല്ലോ. സാരമില്ല. വരൂ വരൂ. ക്ഷീണം വരാൻ നല്ലതാണ്. എന്താ പേര്? രാമുണ്ണി. എവിടേക്ക് പോകുന്നു? അറിയില്ല. ഒരു ജോലി അന്വേഷിച്ച്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരുമില്ല. ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ എടുത്തു വളർത്തിയത് ഒരു കളരി ഗുരുക്കളാണ്. അനാഥനായ എന്നോട് അദ്ദേഹത്തിന് സ്നേഹമായിരുന്നു. വെട്ടും തടവും ഞാൻ അവിടെ വെച്ച് പഠിച്ചു. മുതിർന്നപ്പോൾ ഗുരുക്കളുടെ പ്രധാന ശിഷ്യനായിരുന്നു ഞാൻ. അന്ന് കളരിയിൽ നല്ല പണിയുണ്ടായിരുന്നു. രാവിലെ മുതൽ പയറ്റു പഠിക്കാനും ഒഴിയാനും കെട്ടാനും വരുന്നവരുടെ തിരക്കായിരുന്നു. അവിടുത്തെ സ്ഥിതി പിന്നെ വളരെ മോശമായി. അയ്യോ, അവിടെ പിടിക്കല്ലേ കൈ. അയ്യോ, മതി. അയ്യോ, മതി മതി. കഴിഞ്ഞു, സാരമില്ല. ഞരമ്പ് പിടിച്ചതാ. രാമുണ്ണിയെ ആയില്ലേ? രാമുണ്ണി ആളങ്ങ് വളർന്നു പോയല്ലോ. രാമുണ്ണിയുടെ കാര്യം ഞാൻ മേനോൻ സാറിനോട് പറയാതിരുന്നതാ. പഴയ നിലയെല്ലാം പോയി സാറേ. ഇന്ന് ഈ തൊഴിൽ കൊണ്ട് കുടുംബം പറ്റാൻ പറ്റില്ല. സാർ ഇവനൊരു ജോലി കൊടുക്കണം. എന്ത് പണി അവനെടുത്തോളും. നോക്കട്ടെ.
രാമണ്ണിക്ക് പശുവിനെ കിടക്കാൻ അറിയോ? ഇല്ല. എളുപ്പാ, ഞാനിവിടെ വന്ന ശേഷം പഠിച്ചു. ഈ വെള്ളം എവിടേക്കാ? കുഞ്ഞമ്മയ്ക്ക് കുടിക്കാനാ, പിടിച്ചോളൂ. ഇവിടെ വെച്ചു. ഞാൻ എടുത്തോളാം. അയ്യോ വേണ്ടേ, അയ്യോ വേണ്ടേ, ഇതെന്തോ ഞാൻ കൂടെ പിടിക്കട്ടെ. അമ്മോ വന്ന് കേറിയില്ല, അതിനു മുമ്പേ അഭ്യാസം തുടങ്ങിയോ? എന്താണ് നോക്കി നിൽക്കുന്നത്? ആ ചെമ്പിന്റെ മൂടളയി കാണും. പെട്ടെന്ന് പോടി. താനെവിടെ പോന്നു? പപ്രക്കളത്തിലേക്ക് ചെല്ലും. അങ്ങാടി നിലവാരമൊന്നും എന്നോട് പറയണ്ട. ഞാൻ പറഞ്ഞ വിലക്കാണെങ്കിൽ നാളികേരം എടുത്തോളാം. എന്താ? ശരി, ഞാൻ പോട്ടെ. ശരി. രാമണ്ണി, എന്തോ നേരം വൈകി, നീ പോയി ഊണ് കഴിച്ചു. ഇത് കൂട്ടിയാ ചോറ് മുഴുവനും ഉണ്ണണം. നീ അവനെ ഓട്ടുവാണോടി? എന്നിട്ട് പോടി അസത്തെ. ഒരു ജോലി അറിയില്ലെങ്കിലും നാണമില്ലാതെ തിന്നു മുടിക്കാൻ കൊള്ളാം. ആയമ്മ പറഞ്ഞത് കേട്ടിട്ടാണ് രാമനെ ഉണ്ണാത്തതെങ്കിൽ എന്നും പട്ടിണി കിടക്കേണ്ടി വരും. ആ സ്ത്രീയുടെ സ്വഭാവം അതാ, ഒരു മൂശേട്ടിയാ. രാമുണ്ണി, ഇത് കഴിക്കൂ. വേണ്ട. ഉച്ചയ്ക്ക് ഉണ്ടില്ലല്ലോ, പട്ടിണി കിടന്നാൽ ക്ഷീണിക്കും. ക്ഷീണിച്ചോട്ടെ. രാമുണ്ണി ഇത് കഴിക്കില്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മു, ഇനി തരൂ. ഇതാണല്ലേ നിങ്ങളുടെ ജോലി? രണ്ടിനെ ഞാൻ ഇനി ഇവിടെ വെച്ചേക്കില്ല. ഓടി പോകാൻ. രാമുണ്ണി ഏത് ക്ലാസ് വരെ പഠിച്ചു? 7ാം ക്ലാസ് വരെ. രാമുണ്ണി എന്നോടൊന്നിച്ച് വരുന്നു. എന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല അല്ലേ? സാരമില്ല, നമുക്ക് അടുത്ത സ്റ്റേഷനിൽ വാങ്ങിക്കാം. ഇത് സ്കോച്ചാണ്. വിസ്കി ഇതിനു മുമ്പ് കുടിച്ചിട്ടില്ലേ? ഞാൻ ഉണ്ട്. ഇതല്ല, കള്ള്. രണ്ടും ഒന്ന് തന്നെ. ലഹരി.
തല്ലിയത് നിങ്ങൾ നോക്കി നിന്നു. തിരിച്ചു തല്ലാൻ പോലും നിങ്ങളുടെ ആളുകൾ എന്നെ അനുവദിച്ചില്ല. രാമുണ്ണിയുടെ രക്ഷയെ ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. വീരേന്റെ ശക്തി നിനക്കറിയില്ല. എനിക്കറിയേണ്ടത് ഈ വീട്ടിൽ യജമാനായിരുന്നാണ്. നിങ്ങളോ വീരയനോ അതോ ആ രാജഗോപാലനോ? നിന്റെ ചോദ്യങ്ങൾക്കൊന്നും പെട്ടെന്ന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ പറയുന്നതാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ അതിലും വലിയ ശിക്ഷയാണ് ഇവിടെ. എന്തിനാണ് നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാണ്. ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്ത കടും ക്രൂരത ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ നിലനിൽപ്പിന് വേണ്ടി. എന്നാലും രാമുണ്ണിയെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ ഒരു പോരലേൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് രാമുണ്ണി. എന്നോട് ക്ഷമിക്കൂ. രാമൻ മാറി നിൽക്ക്. എന്നെ തുടരുത് രാമ. വിടണേ രാമണി, വിടണേ, വിടാനാ പറഞ്ഞത്. രാമണി, എടാ നീ എന്നെ മറ്റൊരു ശ്രീദേവി കുഞ്ഞമ്മയാണെന്ന് കരുതിയല്ലേ? ഒരു ദുർബല നിമിഷത്തിൽ നീ കീഴ്പ്പെടുത്തിയത് രക്തവും മാംസവും തുടിക്കുന്ന പച്ചയായ ഈ ശരീരത്തെയാണ്. ഇനി എന്നിലെ സ്ത്രീത്വം ഒരിക്കലും നിനക്ക് വഴങ്ങിത്തരില്ല. ഇനി എന്നിലെ സ്ത്രീയെ ജയിക്കാൻ നിനക്കെന്നല്ല ഈ ലോകത്ത് ഒരു പുരുഷനും കഴിയില്ല. അതാണ് നിന്റെ മോഹമെങ്കിൽ ഇറങ്ങി പോടാ ഇവിടുന്ന്. I said you get out. അച്ഛൻ നേരത്തെ മരിച്ചു. കാര്യങ്ങൾ നോക്കിയിരുന്നത് എന്റെ അമ്മാവനായിരുന്നു. ആരാടാ കച്ചിയെല്ലാം വാരി അവിടെ വിതറിയിട്ടത്? എല്ലാത്തിനെയും അടിക്കാൻ എല്ലൊടിക്കും. എങ്ങോട്ടാ ഒരുങ്ങി പുറപ്പാട്? അമ്പലത്തിലേക്ക്. ഈ നേരത്തോ? കുട്ടാ, ജയന്തിയുടെ ജന്മനക്ഷത്രാണെന്ന് അമ്പലത്തിലൊരു വഴിപാട് ചീട്ടാക്കാനാ നേരത്തെ പോണേ. ശരി ശരി. ഈ വഴിപാട് ചീട്ടാക്കാൻ തുടങ്ങിയിട്ട് കാലശിയായി. അമ്മാവനോ മറ്റോ അറിഞ്ഞാൽ ദേവനും ദേവിക്കും ദോഷാണേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നീ ഇങ്ങോട്ട് നടക്ക് വേഗം. കുട്ടി എന്തിനാ ഓടുന്നത്? ആളവിടെ തന്നെ ഉണ്ടാകും. കൊണ്ടുപോയി കൊടുക്ക്. പായസം പിറന്നാളാണ്. ആരുടെ പിറന്നാളാണോ അവർ തന്നെ തരട്ടെ. എന്തേ? ആരുടെ പിറന്നാളാണോ അവരുടെ കൈ കൊണ്ട് തന്നെ തരണമെന്ന്. അതെങ്ങനെ? ആ ആളിങ്ങോട്ട് വരുന്നുണ്ട്. നാണി, നിങ്ങൾ പായസം കുടിക്കുന്ന നോക്കി നിന്നാലേ എനിക്ക് കൊതി കൂടും. വിടുന്ന്, ആരെങ്കിലും കാണും. വിടുന്ന്. പായസം കഴിക്കൂ. പായസമല്ലേ എന്റെ വായിലേക്ക് ഒഴിച്ചു തരൂ. ഈ തറവാടിന് പുസ്തകം ഉണ്ടാക്കാൻ വന്ന അസത്തെ നിന്നെ ഞാൻ കൊല്ലും. ചേച്ചി മാറും. ഇനിയും ഇത് ആവർത്തിച്ചാൽ എനിക്കിങ്ങനെ ഒരു പെങ്ങളും അനന്തരങ്ങളും ഇല്ലെന്ന് ഞാൻ കരുതും. ഈ വീട്ടിൽ നിന്നും രണ്ടിനെയും അടിച്ച് പടിയിറക്കി പിണ്ണം വയ്ക്കും. എന്റെ പൊന്നുമോളെ, നിനക്ക് എന്ത് പറ്റി? നീ പഠിപ്പുള്ളവളാണ്. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ തനിച്ച് പുറത്തിറങ്ങാറില്ല. അന്യ പുരുഷന്മാരുടെ മുഖം കാണാറില്ല. നീ വരില്ലെന്നാ ഞാൻ കരുതിയത്. അമ്മ ഉണർന്നാൽ അന്വേഷിക്കും. എന്തിനാ ഈ സമയത്ത് എന്നോട്? എത്ര നാൾ നമ്മളിങ്ങനെ കഴിയും? ജീവിതകാലം മുഴുവനും. നീ അരികിലില്ലാതെ, നിന്നെ കാണാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഗോപിയേട്ടാ. ജയന്തി, നമുക്ക് എവിടെയെങ്കിലും പോകാം. ഈ നാട് വിട്ട് എവിടെയെങ്കിലും.
നിനക്കെന്നെ വിശ്വാസമില്ലേ? ചതിച്ചു കുഞ്ഞെ, അമ്മാവൻ ആൾക്കാർ പോയി വരുന്നു. വരൂ, വരാൻ. ഇവിടുത്തെ സൗകര്യങ്ങൾ ജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. സത്യം പറയൂ, എന്നോടൊപ്പം വന്നതിൽ നിനക്ക് ദുഃഖം തോന്നുന്നില്ലേ? ഒരിക്കലുമില്ല. ഗോപിയേട്ടനടുത്തുള്ളപ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ എന്താണ് ഒരു കുറവ്? കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കണം. തൽക്കാലം എനിക്ക് 1-2 സാരിയും, പിന്നെ ഗോപിയേട്ടനും വേണം. ജയന്തി, ഇതിനൊക്കെ കാശ് വേണ്ടേ? നിന്റെ വളയും ചെയിനും വിറ്റ കാശ് കൊണ്ടാ ഇത്രയും നാൾ നമ്മൾ കഴിഞ്ഞത്. ഇനി എനിക്കൊരു ജോലി കിട്ടാതെ യാതൊരു വഴിയുമില്ല. നാളത്തെ ആഹാരത്തിന് പോലും. ദിവസവും